ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കും. രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നും PV അൻവർ പാർട്ടിയെ ഒറ്റുകൊടുത്ത യൂദാസാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ചു. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ശക്തനാണോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്ന PV അൻവർ സ്വരാജിന് മത്സരിക്കാമല്ലോ എന്നും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായി സത്തിനെതിരായ വികാരം നിലമ്പൂരിലുണ്ടെന്നും അൻവർ പറഞ്ഞു. സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ. സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി പെയ്തിറങ്ങുമ്പോൾ തീരമേഖലയിലും ജാഗ്രത ശക്തമാകുന്നു. കേരള തീരത്തെ വിവിധയിടങ്ങളിൽ അപകടങ്ങൾ നിരവധി. നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണ കന്നഡയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 4 മരണം. ഒരു കുടുംബത്തിലെ 2 പേർ അടക്കമാണ് 4 പേർ മരിച്ചത്. ദക്ഷിണ കന്നഡയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല മേഖലകളിലും മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി തന്നെ നടത്തണമെന്ന് സുപ്രീം കോടതി. 2 ഷിഫ്റ്റായി നടത്താനുള്ള നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ തീരുമാനം സുപ്രീം കോടതി തടഞ്ഞു. 2 ഷിഫ്റ്റായി പരീക്ഷ നടത്തുന്നതിന് നീതിക്ക് വിരുദ്ധമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ജൂൺ 15-നാണ് നീറ്റ് PG പ്രവേശന പരീക്ഷ നടക്കാനിരിക്കുന്നത്. 2 ഷിഫ്റ്റുകളായി പരീക്ഷ നടത്തുന്നത് ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന അനീതിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പഞ്ചാബിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 പേർ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന 2 നില കെട്ടിടം തകർന്നു വീണു. നിരവധി തൊഴിലാളികൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് നിഗമനം. ഇവരെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പടക്കങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റും പാക്കിംഗ് യൂണിറ്റും ഒരേ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ഇതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. മയക്കുമരുന്ന് കേസിൽ യുവാവിന് 11 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 2023 നവംബർ 21-ന് മണഞ്ചേരി കാവുങ്കൽ ഹംസക്കവല ഭാഗത്ത് മെത്താഫിറ്റമിൻ, കഞ്ചാവ്, നൈട്രോസെപ്പാം ഗുളികകൾ എന്നിവ വിൽപ്പനക്കായി കൈവശം വെച്ചതിനാണ് യുവാവിനെതിരെ പോലീസ് കേസെടുത്തത്. മണ്ണഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ റെജി രാജാണ് മണ്ണഞ്ചേരി സ്വദേശി അതുൽ രാജിനെതിരെ കേസെടുത്തത്.